ദേശം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു പുരുഷായ എന്ന് പറയുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ തന്നെ സ്ഥാനചലനവും മാത്രമല്ല അദ്ദേഹം വളരെയധികം എന്താ പറയുക മറ്റു രാജ്യങ്ങളായിട്ടൊക്കെ യുദ്ധത്തിൽ തോറ്റു. അദ്ദേഹത്തിന് വളരെ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ എത്തുകയാണ്. അങ്ങനെ അദ്ദേഹം രാജ്യമൊക്കെ ഉപേക്ഷിച്ച് ഒരു കാടുകളിലേക്ക് ഉൾക്കാടുകളിലേക്ക് ഇങ്ങനെ വളരെയധികം വിഷാദ ഭാവത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ കുറേ മുനിമാരിരുന്ന് യജ്ഞം ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു മുനിമാരോട് പോയിട്ട് തൻ്റെ അവസ്ഥ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു ഉപായം അവർ പറയും, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പായിട്ട് തന്നെ വിശ്വസിച്ചു. അങ്ങനെ ഈ മുനിമാരോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ മുനിമാരെ കാണുന്ന ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ അവസ്ഥയും പറയുകയാണ്. അപ്പോഴാണ് അതിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു മുനി അദ്ദേഹത്തിനോടായിട്ട് പറയുകയാണ്, ഇത് ഇത്രയും കാര്യങ്ങൾ നീ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്ത പൂർവ്വജന്മ കർമ്മഫലമാണ് എന്നത്. അതായത് പൂർവ്വജന്മത്തിൽ ഈ ഒരു രാജാവ് ഒരു വേടനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു കാട്ടിലൂടെ വരുന്ന ആൾക്കാരെ എല്ലാം ഉപദ്രവിക്കുകയും അങ്ങനെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു ജന്മത്തിൽ നീ ഇത്രയും അധികം ബുദ്ധിമുട്ടുകളും ഇത്രയും അധികം ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇദ്ദേഹത്തിനോടായിട്ട് ചോദിച്ചു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇത്രയും മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ രാജാവായി ജനിച്ചു എന്ന്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നീ എല്ലാ മോശകർമ്മങ്ങളാണ് ചെയ്തത്, പക്ഷേ ആ ഒരു ജന്മത്തിൽ ഒരു അക്ഷയ തൃതീയ നാളിൽ നീ ഒരു പാവപ്പെട്ട് വരുന്ന ഒരു വൃദ്ധന് ജലദാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയോ നിന്റെ കയ്യിൽ നിന്ന് അല്പം ജലം അദ്ദേഹത്തിന് ദാനം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. ആ ദിവസം അക്ഷയ തൃതീയ ദിവസമായിരുന്നു. ആ ഒരു കർമ്മത്തിന്റെ പുണ്യ ഫലമായിട്ടാണ് ഈ ഒരു ജന്മം നീ രാജാവായി ജനിക്കുന്നതും മാത്രമല്ല ഈ നിന്റെ നാട്ടിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ നീ അനുഭവിക്കേണ്ടി വരുന്നത് നിന്റെ ബാക്കി കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എന്ന് ഈ ഒരു സന്യാസി അദ്ദേഹത്തിനോടായിട്ട് പറയുകയാണ്. അപ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ഒരു രാജ്യത്തെ എനിക്ക് മുന്നോട്ട് എങ്ങനെ നല്ല രീതിയിൽ നയിക്കാം, എനിക്കൊരു നല്ല ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനായി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസിമാരിൽ ഒരാൾ പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ സ്മരിക്കുക, ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക, അത് തന്നെയാണ് ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരാൾ പറയുകയാണ്, ഒരു സന്യാസി പറയുകയാണ്, ഇനി വരുന്നത് വൈശാഖ മാസമാണ്. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിൽ നമ്മുടെ സത്യത്തിനും ശുദ്ധിക്കും ദാനത്തിനും ഭക്തിക്കും വളരെയധികം പ്രാധാന്യമുള്ള മാസം തന്നെയാണ്. വൈശാഖ മാസത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ വ്രതമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വ്രതം ആചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നിനക്ക് എന്തായാലും നിന്റെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ഈ ഒരു സന്യാസിമാരെല്ലാവരും ചേർന്ന് ആ രാജാവിനോടായിട്ട് പറയുകയാണ്. അങ്ങനെ ഇവർ പറയുന്ന ഈ ആശയം ഉൾക്കൊണ്ട് രാജാവ് അവരോടൊപ്പം തന്നെ ഇരുന്ന് വൈശാഖ മാസം ആചരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു മാസം അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അതെല്ലാം പാവപ്പെട്ട ആൾക്കാർക്കും അല്ലെങ്കിൽ അതിനോട് ആവശ്യമായി വരുന്ന ആൾക്കാർക്ക്, അത്രയും അവസ്ഥ മോശമായി വരുന്ന ആൾക്കാർക്ക് അത് ദാനം ചെയ്ത് അവരെ സഹായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു കാര്യം ചെയ്ത് വന്ന് താൻ സ്വയം തന്നെ ഒരു പുതിയ വ്യക്തിയായി മാറി. തൻ്റെ ചിന്താഗതികളും മനസ്സും പ്രവൃത്തിയും എല്ലാം തന്നെ മാറി. താൻ തന്നെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വളരെ വലിയ രീതിയിലുള്ള മോശം ചിന്താഗതികളും ആത്മവിശ്വാസക്കുറവും ഒക്കെ തന്നെ മാറി. ഇനി പുതിയൊരു തുടക്കത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി.